നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം തരം മാറ്റിയ ഭൂമിയിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ തറ വിസ്തീർണം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവാണ്. 2025 ജനുവരി മാസം 9 WPC നമ്പർ 2785/2021 നമ്പറായി ഓണറബിൾ ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് ആണ് വിധി പുറപ്പെടുവിച്ചത്. അബാദ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനവും കേരള സർക്കാരും തമ്മിലുള്ള കേസിലാണ് വിധി പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. കേരള നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം തരം മാറ്റിയ ഭൂമിയിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ തറ വിസ്തീർണം 3000 ചതുരശ്ര അടി മാത്രമേ ആകാവൂ എന്ന് സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുള്ളതാണ്. മാത്രമല്ല 3000 ചതുരശ്ര അടിയിൽ കൂടുതൽ ആണെങ്കിൽ അധികമുള്ള ഓരോ ചതുരശ്ര അടിക്കും 100 രൂപ വീതം ഫീസ് ചുമത്തിയിരുന്നതാണ്. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ചട്ടങ്ങളിൽ കുറിപ്പ് എന്ന നിലയിലാണ് 2018 ഈ വ്യവസ്ഥ അനുബന്ധമായി സർക്കാർ ചേർത്തത്. എന്നാൽ ഇത്തരമൊരു ഭേദഗതിക്ക് 2008 നിയമം അനുമതി നൽകുന്നില്ലെന്ന് ഹർജിക്കാരുടെ വാദം കോടതി അംഗീകരിച്ചു. ഭൂമി ക്രമപ്പെടുത്തുന്നത് സംബന്ധിച്ചാണ് നിയമപ്രകാരം ഫീസ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നതെന്നും നിർമ്മിതിയോ അതിൻ്റെ വലിപ്പമോ ബന്ധപ്പെട്ടല്ലെന്നും ഹർജിക്കാർ വാദിച്ചു. ചട്ടത്തിൽ ചേർത്ത കുറിപ്പ് നിയമത്തിനും അപ്പുറത്തേക്ക് കടന്നെന്ന് കോടതി പറഞ്ഞു. നികത്ത് ഭൂമിയിൽ വൻതോതിലുള്ള കെട്ടിട നിർമ്മാണം നിയന്ത്രിക്കാനാണ് ഈ നടപടിയെന്നും ഇതിലൂടെ ലഭിക്കുന്ന തുക നെൽ കർഷകർക്കുള്ള ആശ്വാസനിധിയിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് എന്ന സർക്കാർ വാദം കോടതി അംഗീകരിച്ചില്ല. 3000 ചതുരശ്ര അടിയിൽ കൂടുതലായി നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ തറ വിസ്തീർണത്തിന് ഈടാക്കിയ ഫീസ് 4 മാസത്തിനുള്ളിൽ തിരികെ കെട്ടിട ഉടമയ്ക്ക് നൽകാൻ കോടതി ഉത്തരവിട്ടു. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണേ. വീണ്ടും കാണുന്നതുവരേക്കും ബൈ.